ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിൽ റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്കറിയാം ഗ്രൂപ്പ് ഡിയുടെ സിലബസിൽ വരുന്ന പിന്നെ ടിഷ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഹ്യൂമൻ ബോഡിയിലെ ഒരു ഏരിയ ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങള്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട വോളിയംസ് കേട്ടിട്ടില്ലേ? ടൈഡൽ വോളിയം അല്ലെ, റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് അല്ലെ, വൈറ്റൽ കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഓരോ ഏരിയ വരുമ്പോഴും പ്രീവിയസ്ലി ചോദിച്ച കാര്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്ന കാര്യങ്ങളും ഞാൻ അതിന്റെ കൂടെ സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് the respiratory system is a biological system in animals and plants that consists of specialized organs and structures for gas exchange. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ളത്? അത് ജീവജാലങ്ങളിൽ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള അവയവ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയും. അല്ലെ, പർപ്പസ് എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്, വാതക വിനിമയം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ ഉള്ളത്. അത് സസ്യങ്ങളിലായാലും ശരി, ജന്തുക്കളിലായാലും ശരി. ഓക്കെ, the respiratory system is a complex network of organs and tissues that work together to facilitate the exchange of gases, primarily oxygen and carbon dioxide, between the body and the external environment. അപ്പൊ ജീവജാലങ്ങളും അതിന്റെ എൻവിറോൺമെന്റും തമ്മിൽ പ്രധാനമായിട്ടും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലെ, ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അതുപോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള അവയവ വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ഈ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അവയവങ്ങളുടെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെ, ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അവയവങ്ങളുടെ കൂട്ടമാണ്, അതാണ് അവയവ വ്യവസ്ഥ എന്ന് പറയുന്നത്. അവയവങ്ങളുടെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തിനാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ചിത്രമാണ്. അപ്പൊ പ്രത്യേകം പറയട്ടെ, ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഇമേജ് കൊടുത്തിട്ട് 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ കൊടുത്ത ഭാഗങ്ങൾ 4 ഓപ്ഷനായിട്ട് കൊടുത്തു. എ ഓപ്ഷൻ ഇന്നത്, ബി ഓപ്ഷൻ ഇന്നത് പറഞ്ഞ് കൊടുത്തു. ഇങ്ങനെ ഗ്രൂപ്പ് ഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2018 എന്റെ ഒരു ഓർമ്മ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. റെയിൽവേന്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചിത്രം വെച്ചിട്ട്, ഹ്യൂമൻ ബോഡിന്റെ ചിത്രം വെച്ചിട്ട് ഓരോന്നിന്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ലിവറിന്റെ കറക്റ്റ് പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് നോക്കാം? എന്തൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ആദ്യം നോക്കാം ചിത്രത്തിൽ. അതിനുശേഷം ഓരോന്നുമായിട്ട് നമുക്ക് എടുത്തിട്ട് നോക്കാം, പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണുള്ളത് ഇവിടെ. നേസൽ ക്യാവിറ്റി. അപ്പൊ നേസൽ ക്യാവിറ്റി മുമ്പിൽ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാത്താണ്, നമ്മുടെ മൂക്കിന്റെ 2 ദ്വാരങ്ങളുണ്ട് അല്ലെ, ഹോൾസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? നോസ്ട്രിൽസ്. ഇതിൽ ഈ ഇമേജിൽ ഇല്ല, എന്നാലും നോസ്ട്രിൽസ് എന്നാണ് പറയാ. എന്റെ ഒരു ഓർമ്മ എന്താന്ന് വെച്ചാൽ ഇതും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. നോസ്ട്രിൽസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഉള്ളിലേക്ക് എയർ എടുക്കാൻ, അതുപോലെ ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറത്തേക്ക് വിടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഹോൾസ് ആണ്. മൂക്കിന്റെ ഹോൾസിനാണ് എന്ത് വിളിക്കുന്നത്? നോസ്ട്രിൽസ്. അല്ലെങ്കിൽ മൂക്കിന്റെ ദ്വാരത്തിനാണ് എന്ത് പറയുന്നത്? നോസ്ട്രിൽസ് അല്ലെ. ഗ്യാസ് എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന ദ്വാരം, അതാണ് നോസ്ട്രിൽസ് കേട്ടോ. അതായത് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയാണ്. പിന്നെ നേസൽ ക്യാവിറ്റി, എന്താണ്? ഗ്യാസ് പോകുന്നു, അപ്പൊ അതാണ് നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. സൈനസ് പിന്നെ നോക്കേണ്ട, നമ്മുടെ ഇവിടെ ഉള്ളവർ അറിയാം. പിന്നെന്താണ്? മൗത്ത് അല്ലെ. മൗത്ത് നമ്മൾ ഇതിന്റെ ഭാഗങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് വരുന്നത് നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി, പിന്നെ വരുന്നത് ട്രക്കിയയാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ഇത് ഫാരിങ്സ് എന്ന് വെച്ചാൽ തൊണ്ടയാണ്. പിന്നെ ലാരിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഈ ശബ്ദം സംസാരിക്കാനൊക്കെ സഹായിക്കുന്ന ഭാഗമാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ട്രക്കിയ അല്ലെ, എന്താണ്? ശ്വാസനാളാണ്. പിന്നെ ട്രക്കിയന്റെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കൈ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബ്രോങ്കൈന്റെയും ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. അതാണ് ഈ കാണിച്ചത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി,
പിന്നെ തൊണ്ട, അതാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ലെയറിങ്സ് എന്താണ്, നമ്മുടെ സൗണ്ട് ബോക്സ് ആണ്, സംസാരിക്കാൻ സഹായിക്കുന്ന ഭാഗം ലെയറിങ്സ്. അത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ, എന്താണ് ശ്വാസനാളം. ശ്വാസനാളത്തിന്റെ ബ്രാഞ്ചസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രോങ്കൈ എന്ന് പറയുന്നത്. ബ്രോങ്കൈന്റെയും ബ്രാഞ്ചസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കയും ബ്രോങ്കിയോൾസും ഒക്കെ എങ്ങോട്ടേക്കാണ്, ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ആ ട്രക്കിയ ബ്രാഞ്ചായ ബ്രോങ്കൈ ആണ്. ബ്രോങ്കൈ രണ്ട് ഭാഗത്തേക്കായിട്ട് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് രണ്ട് ശ്വാസനാളത്തിലേക്ക്, ശ്വാസകോശത്തിലേക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രോങ്കയുടെ അല്ലെ ബ്രോങ്കിയോൾസ്, ബ്രോങ്കൈ വീണ്ടും ബ്രാഞ്ചസ് ആയി മാറിയതാണ് എന്തെന്ന് പറയുന്നത്, ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രക്കിയ ബ്രാഞ്ച് ആയത് ബ്രോങ്കൈ വീണ്ടും ബ്രാഞ്ചസ് ആയി മാറിയതാണ് ഏത്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ് ഇത് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കിയോൾസിന്റെ എൻഡിലായിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ആൽവിയോളൈ അല്ലെങ്കിൽ വായു അറകൾ ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മ്യൂക്കിന്റെ ഹോൾസ് പറഞ്ഞില്ലേ, നോസ്ട്രിൽസ്, പിന്നെ വായു പോകുന്ന പാത്താണ് ഇത് നേസൽ ക്യാവിറ്റി, പിന്നെ തൊണ്ട ഫാരിങ്സ്, പിന്നെ ശബ്ദത്തിന് സൗണ്ട് ബോക്സ് ലാരിങ്സ്, പിന്നെ എന്താണ് ട്രക്കിയ ശ്വാസനാളം. ട്രക്കിയയുടെ ബ്രാഞ്ച് ബ്രോങ്കൈ ആണ്. ബ്രോങ്കൈന്റെ ബ്രാഞ്ചസ് എന്താണ്, ബ്രോങ്കിയോൾസ് ആണ്. ബ്രോങ്കിയോൾസ് ശ്വാസകോശത്തിലെ വായു അറകളിലേക്ക് തുറക്കുന്നു, അല്ലെങ്കിൽ ആ വായു അറകൾക്ക് പറയുന്ന പേരാണ് എന്ത്, ആൽവിയോളൈ. ഓക്കെ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓരോന്നിന്റെയും ഭാഗം അല്ലെങ്കിൽ എവിടെയാണ് ഓരോന്നും വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇമേജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, NTPC റെയിൽവേ RRB NTPC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ആദ്യത്തെ എന്താണ്, നോസ് ആണ് അല്ലേ, നമുക്കറിയുന്നതാണ് നമ്മുടെ മൂക്ക്. ദ നോസ് ഈസ് ദ പ്രൈമറി എൻട്രി പോയിന്റ് ഓഫ് എയർ അല്ലേ, വായു എൻട്രി ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ നോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഫിൽറ്റേഴ്സ്, വാംസ് ആൻഡ് ഹ്യൂമിഡിഫൈസ് ദ ഇൻകമിങ് എയർ. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത, എന്താണ് ഈ നോസ് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്യുന്നു അല്ലെ. അതായത് പൊടിപടലങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ, പൊടിപടലങ്ങൾ നമ്മളെ വായുവിൽ എന്തൊക്കെ ഉണ്ട്, അപ്പൊ ആ സാധനങ്ങളെല്ലാം നമ്മുടെ മൂക്കിലേക്ക് എത്തും അല്ലെ. പിന്നെന്താണ്, അപ്പൊ അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താക്കുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്, വാം ചെയ്യുന്നുണ്ട്, പിന്നെ ഹ്യൂമിഡിഫൈസ്, എന്താണ് ഈർപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻകമിങ് എയറിനെ, അത് ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിനെ എന്താക്കുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നു, ചൂടാക്കുന്നു, പിന്നെ എന്താണ് ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു. അടുത്തതാണ് നോസ്ട്രിൽസ് അല്ലെ. ദീസ് ആർ ദ ടു ഓപ്പണിങ്സ് ഇൻ ദ നോസ്, ഓൾസോ നോൺ ആസ് ദ എക്സ്റ്റേണൽ നെയർസ് ഓർ anterior nares that allow air to enter and exit the nasal cavity. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നോസ്ട്രിൽസ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു മൂക്കിലുള്ള രണ്ട് ഹോൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോസ്ട്രിൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ നോസ്ട്രിൽസിന്റെ മറ്റു പേരുകളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. എക്സ്റ്റേണൽ നെയേഴ്സ്, പിന്നെ എന്താണ് ആന്റീരിയർ നെയേഴ്സ്. എക്സ്റ്റേണൽ നെയേഴ്സ് എന്നും ആന്റീരിയർ നെയേഴ്സ് എന്നും അറിയപ്പെടുന്നത് നോസ്ട്രിൽസ് ആണ്. അപ്പൊ എന്തിനാ സഹായിക്കുന്നത്, വായുവിനെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, നോസ്ട്രിൽസ് എന്ന് പറയുന്നത് അല്ലെ. എയർ ടു എൻറ്റർ ആൻഡ് എക്സിറ്റ് ദ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയിലേക്ക് എയറിനെ എടുക്കാനും അതുപോലെ നേസൽ ക്യാവിറ്റിയിലുള്ള എയറിനെ പുറത്തേക്ക് വിടാനും സഹായിക്കുന്നതാണ് നോസ്ട്രിൽസ് കേട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നേസൽ ക്യാവിറ്റി. എന്താണ് നേസൽ ക്യാവിറ്റി? The nasal cavity is the space inside the nose. അതായത് മൂക്കിന്റെ ഉള്ളിലുള്ള ആ സ്ഥലത്തിനാണ്, അതായത് എയർ പോകുന്ന ആ പാത്തില്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. നേസൽ ക്യാവിറ്റി is the space inside the nose. It contains, ശ്രദ്ധിച്ചോളൂ, cilia and mucus that further filter and humidify the air. അപ്പൊ നേസൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്, സിലിയയും അതുപോലെ മ്യൂക്കസും ഉണ്ട് അല്ലെ. സിലിയ എന്ന് പറഞ്ഞാൽ രോമകോശങ്ങള്, മ്യൂക്കസ് എന്ന് വെച്ചാൽ ശ്ലേഷ്മം ആണ് അല്ലെ. നമ്മുടെ മൂക്കിനകത്ത് എന്താ ഈർപ്പമില്ലേ, അപ്പൊ അതെന്താണ്, മ്യൂക്കസ് ആണ് കേട്ടോ. ഇതെന്തിനു സഹായിക്കുന്നു, ഫിൽട്ടർ ചെയ്യാനും ഹ്യൂമിഡിഫൈ ചെയ്യാനും സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂക്കിന്റെ ഫംഗ്ഷൻ പറഞ്ഞു അല്ലെ, എന്താണ്, ഫിൽട്ടർ, വാംസ് ആൻഡ് ഹ്യൂമിഡിഫൈസ്. അതിൽ ഫിൽട്ടർ ചെയ്യാനും ഹ്യൂമിഡിഫൈ ചെയ്യാനും സഹായിക്കുന്നത് ആരാ, ഫിൽട്ടർ ചെയ്യാൻ സിലിയ സഹായിക്കുന്നു, അതുപോലെ ഹ്യൂമിഡിഫൈ ചെയ്യാൻ ആര് സഹായിക്കുന്നു, മ്യൂക്കസും സഹായിക്കുന്നു. അപ്പൊ സിലിയ പൊടിപടലങ്ങളൊക്കെ തടഞ്ഞു വെക്കും, രോമകോശങ്ങൾ എന്ത് ചെയ്യും, പൊടിപടലങ്ങളെ തടഞ്ഞു വെക്കുന്നു. മ്യൂക്കസ് എന്താക്കുന്നു, ശ്ലേഷ്മ അല്ലെ, ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു, എയറിനെ ഈർപ്പമുള്ളതാക്കി മാറ്റും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് എന്താണ്, ഫെയറിങ്സ് ആണ് അല്ലെ. ഫെയറിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയാണ്. ദ ഫെയറിങ്സ് ഓർ throat, it is a passage that connects the nasal cavity and the mouth to the larynx and esophagus. എന്താണ്, തൊണ്ട അല്ലെ, ഫെയറിങ്സ് അല്ലെങ്കിൽ ത്രോട്ട്.
എന്താണ് ഇതൊരു പാസേജ് ആണ്. എവിടെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? നേസൽ കേവിറ്റിയെയും അതുപോലെ വായയെയും എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക? ലേറിങ്സിലേക്കും ഈസോഫാഗസിലേക്കും കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ ഇമേജിൽ കണ്ടതാണ് അല്ലെ, എവിടെയാണുള്ളത് നമ്മുടെ പിന്നെ ഫെയറിങ്സും നേസൽ ക്യാവിറ്റിയും ഒക്കെ ഇതാ അല്ലെ, ഇതാണ് നേസൽ ക്യാവിറ്റി. ഞാൻ പറഞ്ഞു മൂക്കിൽ നിന്ന് ഇങ്ങനെ ഏറി പോകുന്ന ഭാഗത്താണ്. ഇതാണ് എന്ത്? ഫെയറിങ്സ്, നമ്മുടെ തൊണ്ട അല്ലെ, തൊണ്ട. ഇത് എങ്ങോട്ടേക്ക് കണക്ട് ആവുന്നു? ലേറിങ്സിലേക്ക് അല്ലെ, ലേറിങ്സിലേക്ക് കണക്ട് ആവുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫെയറിങ്സ് നമ്മുടെ തൊണ്ടയാണ്. പാസേജ്, എയറിന്റെ പാസേജിന് സഹായിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ഫെയറിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ലേറിങ്സ് ആണ്. ലേറിങ്സ് ഓർ വോയിസ് ബോക്സ്. ലേറിങ്സ് ഓർ വോയിസ് ബോക്സ്. എന്താണ് ലേറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ്? കണ്ടെയ്ൻസ് ദ വോക്കൽ കോഡ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് സൗണ്ട്. എന്താണ്? നമ്മുടെ വോക്കൽ കോഡ് അല്ലെങ്കിൽ സ്വനതന്തുക്കളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതിലാണ്? ലേറിങ്സിലാണ് കേട്ടോ. അപ്പൊ തൊണ്ടയ്ക്ക് തൊട്ട് താഴെയായിട്ടാണ് എന്ത്? ലേറിങ്സ് ഉള്ളത്. അപ്പൊ ആ ലേറിങ്സ് നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പൊ ലേറിങ്സിന്റെ പർപ്പസ് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ലേറിങ്സ് സഹായിക്കുന്നത്. ലേറിങ്സിന് അനദർ നെയിം എന്താണ്? വോയിസ് ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തത് എന്താണ്? ട്രക്കിയയാണ്. എന്താണ് പേര്? ട്രക്കിയ, ശ്വാസനാളം അല്ലെ, ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം. ദ ട്രക്കിയ ഓൾസോ നോൺ ആസ് ദ വിൻഡ് പൈപ്പ് അല്ലെ. എന്താണ്? വിൻഡ് പൈപ്പ് എന്നും അറിയപ്പെടുന്നു. ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ്. ഇറ്റ് ഈസ് എ ട്യൂബ് ദാറ്റ് ക്യാരീസ് എയർ ഫ്രം ദി ലേറിങ്സ് ടു ദ ബ്രോങ്കൈ. എന്താണ് നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്നത്? എയറിൻ പോകുന്ന പാസേജ് ആണ്, അല്ലെങ്കിൽ എയറിനെ പാസേജിന് സഹായിക്കുന്ന, എയർ പോവാൻ സഹായിക്കുന്ന ഒരു ട്യൂബാണ് എന്ന് പറയുന്നത് ട്രക്കിയ എന്ന് പറയുന്നത്. എവിടെയാ കണക്ഷൻ വരുന്നത്? നമ്മുടെ ഈ ലേറിങ്സിനെയും ബ്രോങ്കൈനെയും തമ്മിൽ കണക്ട് ചെയ്യും. നമ്മളിവിടെ ഇമേജിൽ കണ്ടതല്ലേ അല്ലെ. എന്താണ്? ഇതാ ലേറിങ്സിനെയും, ട്രക്കിയാണ് ഇത്, ലേറിങ്സിനെയും ബ്രോങ്കൈ, ഇതിന്റെ ബ്രാഞ്ചാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത് അല്ലെ. ബ്രോങ്കൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പാണ് ഏതെന്ന് പറയുന്നത്? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെ ഇപ്പം പഠിച്ചത്? അതായത് എന്തിനാണ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ? ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന അവയവ വ്യവസ്ഥയാണ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ. അപ്പൊ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ എക്സ്ചേഞ്ച് നടത്തുന്നത്. പിന്നെ ഭാഗങ്ങൾ, ആ ചിത്രം അല്ലെ, അല്ലെങ്കിൽ ആ ഇമേജ് നമ്മൾ എന്താക്കണം? ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. ഭാഗങ്ങൾ എക്സാമിന് സാധാരണ ഹ്യൂമൻ ബോഡിന്റെ ഇമേജ് വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ. ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എയറിനെ പ്രൈമറി എൻട്രിക്ക് സഹായിക്കുന്ന അവയവമാണ് ഏതെന്ന് പറയുന്നത്? നോസ് എന്ന് പറഞ്ഞു. മൂക്ക് അല്ലെ. എന്താ ചെയ്ത്? മൂക്ക് വാം ചെയ്യുന്നു അല്ലെ, ഫിൽട്ടർ ചെയ്യുന്നു അല്ലെ, എയറിനെ ഫിൽട്ടർ ചെയ്യുന്നു. നമ്മൾ മൂക്കിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന വായുവിനെ ഫിൽട്ടർ ചെയ്യുന്നു, ചൂടാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹ്യൂമിഡിഫൈ അല്ലെങ്കിൽ ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു. നോസ്ട്രിൽസിൽ എന്താണ്? മൂക്കിന്റെ ആ രണ്ട് ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഹോൾസിനാണ് എന്ത് പറയുന്നത്? നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ നെയേഴ്സ് അല്ലെങ്കിൽ ആന്റീരിയർ നെയേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നോസ്ട്രിൽസ് ആണ്. എന്താണ് സഹായിക്കുന്നത്? അതായത് വായു ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നത് നോസ്ട്രിൽസ് ആണ്. ഇനി എന്താണ്? നേസൽ ക്യാവിറ്റി അല്ലെ. നോസ്ട്രിൽസ് കഴിഞ്ഞാൽ എയർ പോകുന്ന ആ പാത്താണ് ഏതെന്ന് പറയുന്നത്? നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മൂക്കിനുള്ള സ്ഥലമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് സിലിയ ആൻഡ് മ്യൂക്കസ് ദാറ്റ് ഫർദർ ഫിൽട്ടർ ആൻഡ് ഹ്യൂമിഡിഫൈ ദ എയർ. എന്താണ് നേസൽ ക്യാവിറ്റിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? സിലിയ അല്ലെ, രോമകോശങ്ങളും മ്യൂക്കസും ഉണ്ട്. സിലിയ എന്തിനാ സഹായിക്കുന്നത്? പൊടിപടലങ്ങളെ തടയാൻ സഹായിക്കുന്നു. മ്യൂക്കസ് ആണെങ്കിൽ വായുവിനെ ഹ്യൂമിഡിഫൈ ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിലിയന്റെ വേറൊരു പർപ്പസ് എന്ന് വെച്ചാൽ ലങ് ഇൻഫെക്ഷൻ തടയാൻ ആര് സഹായിക്കുന്നുണ്ട്? സിലിയ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ പൊടിപടലങ്ങളെ ശ്വാസകോശത്തിലേക്ക് വിടാതെ മൂക്കിൽ തന്നെ തടഞ്ഞു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സിലിയ നമ്മളെ ലങ് ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കുന്നത്. അപ്പൊ ആ കാര്യം കൂടെ ഇവിടെ ഓർമ്മിച്ചു വെക്കാം. പിന്നെ ഫെയറിങ്സ്. ഫെയറിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? തൊണ്ടയാണ് അല്ലെ. passage that connects the nasal cavity and the mouth to the larynx and esophagus. Esophagus എന്ന് വെച്ചാൽ അന്നനാളാണ്, വേറൊരു പൈപ്പാണ് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ലാരിങ്സ് ഓർ വോയിസ് ബോക്സ് കണ്ടെയ്ൻസ് ദ വോക്കൽ കോഡ്സ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് സൗണ്ട്. എന്താണ് ലാരിങ്സ് എന്ന് വെച്ചാൽ? ലാരിങ്സ് എന്ന് വെച്ചാൽ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് ആണ്, നമ്മൾ സംസാരിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രക്കിയയാണ്, വിൻഡ് പൈപ്പ് എന്നും അറിയപ്പെടുന്നു. പിന്നെന്താ? ശ്വാസനാളം. നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? ശ്വാസനാളം എന്നാണ് പറയുന്നത്. നമ്മുടെ എയർ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ എയർ വഹിക്കുന്ന ട്യൂബാണ് ഏതെന്ന് പറയുന്നത്? ട്രക്കിയ എന്ന് പറയുന്നത്. ബ്രോങ്കൈ ആണ്. ട്രക്കിയന്റെ ബ്രാഞ്ച് എന്താ അറിയപ്പെടുന്നു? ബ്രോങ്കൈ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി
പ്രത്യേകം ശ്രദ്ധിക്കുക. ദ സി ഷേപ്ഡ് കാർട്ടിലേജ് റിംഗ്സ് അറൌണ്ട് ദ ട്രക്കിയ ഹാവ് ദ ക്രൂഷ്യൽ ഫംഗ്ഷൻ ഓർ പ്രിവെന്റിംഗ് ദ ട്രക്കിയ ഫ്രം കൊളാപ്സിങ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ഈ പോയിന്റ് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തിട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ട്രക്കിയയ്ക്ക് ചുറ്റും സി ഷേപ്പുള്ള കാർട്ടിലേജ് റിംഗ് ഉണ്ട്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? തരുണാസ്ഥി അല്ലെങ്കിൽ ഇളയ എല്ല് അല്ലെ, കട്ടിയില്ലാത്ത ഏറ്റവും ഇളയ എല്ലിനാണ് എന്താ, അല്ലെങ്കിൽ കട്ടിയില്ലാത്ത നേർത്ത എല്ലിനാണ് എന്ത് വിളിക്കുക? കാർട്ടിലേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സി ഷേപ്പിലുള്ള കാർട്ടിലേജിന്റെ റിങ്സ് എവിടെയുണ്ട്? നമ്മുടെ ട്രക്കിയയ്ക്ക് ചുറ്റും ഉണ്ട്. എപ്പോഴും ട്രക്കിയ നമ്മൾ ഉറങ്ങാനും ഉണർന്നിരുന്നാലും ഒക്കെ ട്രക്കിയ എന്തായിരിക്കണം? ഓപ്പൺ ആയിട്ടിരിക്കണം അല്ലെ, നല്ല വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ എപ്പോഴും തുറന്നിരിക്കാനും, അതുപോലെ തന്നെ ട്രക്കിയ കൊളാപ്സ് ആവാതിരിക്കാനും, എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പ്രഷർ വേരിയേഷൻ ഒക്കെ വരുന്ന സമയത്ത് അത് കൊളാപ്സ് ആവാതിരിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ കാർട്ടിലേജ് റിങ് സഹായിക്കുന്നുണ്ട്. അതാ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കാർട്ടിലേജ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രിവെന്റ് ദ ട്രക്കിയ ഫ്രം കൊളാപ്സിങ്. അങ്ങനെ തന്നെയാണ് ആൻസർ കൊടുത്തത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ട്രക്കിയയ്ക്ക് ചുറ്റും സി ഷേപ്പിലുള്ള കാർട്ടിലേജിന്റെ റിങ് ഉണ്ട്. അത് എന്തിനു സഹായിക്കുന്നു? ട്രക്കിയ പ്രഷറിൽ വ്യത്യാസം വരുന്ന സമയത്ത് ട്രക്കിയ കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടി സി ഷേപ്ഡ് കാർട്ടിലേജ് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ബ്രോങ്കൈ. ബ്രോങ്കൈ എന്ന് പറഞ്ഞാൽ എന്താ? ട്രക്കിയന്റെ ബ്രാഞ്ച് ആണ് അല്ലെ. ദ ബ്രോങ്കൈ ആർ ടു മെയിൻ എയർവേസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദ ട്രക്കിയ വിത്ത് വൺ ലീഡിങ് ടു ഈച്ച് ലെഗ് അല്ലെ. എങ്ങനെയാ, എന്താണ് ട്രക്കിയ എന്ന് വെച്ചാല്? അതായത് നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെ, ഇങ്ങനെ വന്നിട്ട് എന്താണ്, രണ്ട് ശ്വാസകോശത്തിലേക്കും രണ്ട് ലങ്സിലേക്കും പോകുന്ന രണ്ട് ബ്രാഞ്ചസിനാണ് എന്ത് വിളിക്കുന്നത്? ബ്രോങ്കൈ എന്ന് വിളിക്കുന്നത്. ആ ബ്രോങ്കൈ വീണ്ടും വിഭജിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രോങ്കൈ വീണ്ടും വിഭജിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നു. രണ്ട് ശ്വാസകോശത്തിലും ബ്രോങ്കൈ, രണ്ട് ഭാഗത്തേക്ക് ബ്രോങ്കൈ വന്ന് അത് വീണ്ടും വിഭജിക്കുന്നത് ബ്രോങ്കിയോൾസ്. The bronchi are two main airways that branch off from trachea with one leading to each lung. Next എന്താണ്? lungs. The lungs are the primary organs of respiration and contain bronchial tubes, air sacs, alveoli, and blood vessels. They facilitate the exchange of oxygen and carbon dioxide. അപ്പോൾ lungs ആണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? അതായത് കോർ അവയവം ഏതാ? നമ്മുടെ ലങ്സ് ആണ് അല്ലെ. ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന കോർ അവയവം ഏതാണ്? ലങ്സ് ആണ്. അപ്പൊ ലങ്സ് എന്തിനാ സഹായിക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കും. അതിന് ലങ്സിനുള്ളിലുള്ള ഏത് ഭാഗമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആൽവിയോളൈ അല്ലെങ്കിൽ വായു അറകൾ, എയർ സാക്സ് ഒക്കെ പറയാം അല്ലെ. വായു അറകൾ, എയർ സാക്സ് അല്ലെങ്കിൽ ആൽവിയോളൈ ആണ് എന്തിനു സഹായിക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. ആൽവിയോളൈന്റെ മുകളിലായിട്ട് കുറെ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ആ ബ്ലഡ് വെസൽസിൽ നിന്നാണ് എന്ത് നടക്കുന്നത്? ആൽവിയോളൈയിലേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ബ്ലഡ് വെസൽസ് നിന്ന് ആൽവിയോളൈയിലേക്കും ആൽവിയോളൈയിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്കൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണുള്ളത്? ലങ്സിനുള്ളിലാണ് എന്തുള്ളത്? ആൽവിയോളൈ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസ് ആർ സ്മോളർ എയർവേസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ബ്രോങ്കൈ ആൻഡ് ലീഡ് ടു ദി ആൽവിയോളൈ. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ എന്താണ്? ട്രക്കിയന്റെ ബ്രാഞ്ച് എന്താണ്? ബ്രോങ്കൈ. ബ്രോങ്കൈന്റെ ബ്രാഞ്ച് ആണ് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസിന്റെ എൻഡിലാണ് എന്തുണ്ടാവുക? എയർ സാക്സ് അല്ലെങ്കിൽ നമ്മുടെ വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോളൈ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് alveoli. Alveoli are tiny air sacs within the lungs where the exchange of oxygen and carbon dioxide takes place. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? വായു അറയാണ് അല്ലെ, നമ്മുടെ എയർ സാക്ക് അല്ലെങ്കിൽ വായു അറയാണ്. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് കുറെ ബ്ലഡ് വെസൽസ് ഉണ്ടാകും വായു അറയുടെ മുകളിൽ, അതുമായി ബന്ധപ്പെട്ട്. അപ്പം വായു അറയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിലേക്കും അതുപോലെ ബ്ലഡ് വെസൽസ് നിന്ന് വായു അറയിലേക്കും ഡിഫ്യൂഷൻ വഴി ട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഫ്യൂഷൻ വഴി എന്ത് നടക്കുന്നു? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ഇവിടെ പ്രോസസ് ഏതാ? ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്കും ബ്ലഡ് വെസലിൽ നിന്ന് ആൽവിയോളയിലേക്കും എയറിന്റെ പോക്ക് അല്ലെങ്കിൽ എയർ മൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഏത് പ്രോസസ് വഴിയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ആൽവിയോളൈ ആർ ടൈനി എയർ സാക്സ് വിത്തിൻ ദ ലങ്സ് വേർ ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടേക്സ് പ്ലേസ്. അപ്പൊ ഓക്സിജൻ എന്താണ്? ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് പോകും. കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതല്ലേ, അപ്പൊ ബ്ലഡ് വെസൽസിൽ നിന്ന് ആൽവിയോളയിലേക്കും പോകും. അപ്പൊ ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് ഏത് പ്രോസസ് വഴിയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്. എന്തൊക്കെയാ അവിടെ പഠിച്ചത്? ആദ്യത്തെ പോയിന്റ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The C-shaped cartilage rings around the trachea have the crucial function of preventing the trachea from collapsing.
പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ട്രക്കിയയ്ക്ക് ചുറ്റും കാർട്ടിലേജ് റിംഗ് ഉള്ളതെന്നാണ് ചോദിച്ചത്. എന്താണ്, എപ്പോഴും ട്രക്കിയ ഓപ്പൺ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ കൊളാപ്സ് പ്രഷറിൽ വ്യത്യാസം വരുമ്പോൾ അത് കൊളാപ്സ് ആവാതിരിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, സി ഷേപ്ഡ് കാർട്ടിലേജ് റിംഗ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബ്രോങ്കൈ ആണ്. ബ്രോങ്കൈ എന്ന് വെച്ചാൽ എന്താ, ട്രക്കിയയുടെ ബ്രാഞ്ച് ആണ് ബ്രോങ്കൈ. അത് ഓരോ ലങ്സിലേക്കും തുറക്കുന്നു. ഈ ലങ്സ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന മെയിൻ ഓർഗൻ ആണ് എന്ന് പറയുന്നത് ലങ്സ് എന്ന് പറയുന്നത്. ലങ്സിനുള്ളിലാണ് ആൽവിയോളയും ബ്ലഡ് വെസൽസും ബ്രോങ്കിയൽ ട്യൂബ്സ് ആയിട്ടുള്ള ബ്രോങ്കിയോൾസ് ഒക്കെ ഉള്ളത്. ഇനി ബ്രോങ്കിയോൾസ് അല്ലെ, ബ്രോങ്കിയോൾസ് ആർ സ്മോളർ എയർവേസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം ദ ബ്രോങ്കൈ ആൻഡ് ലീഡ് ടു ദി ആൽവിയോളൈ. എന്താണ്, ബ്രോങ്കൈയുടെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ബ്രോങ്കിയോൾസ് ആൽവിയോളയിലേക്ക് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആൽവിയോള എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ സാക്സ് ആണ്, വായു അറകളാണ് അല്ലെ. അവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതിന് ചുറ്റും എന്തുണ്ടാവും, കുറെ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അപ്പൊ ബ്ലഡ് വെസൽസും ആൽവിയോളയും തമ്മിലാണ് ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. നെക്സ്റ്റ് ഡയഫ്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഡയഫ്രം. The diaphragm is a muscle that base of the chest that plays a crucial role in breathing. But diaphragm, when it contracts, it expands the chest cavity, allowing air to be drawn into the lungs. Where it relaxes, it expels air from the lungs. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയഫ്രം എന്ന് വെച്ചാൽ ഒരു മസിൽ അല്ലെങ്കിൽ മസിൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മസിൽ അല്ലെങ്കിൽ മസിൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഉദരാശയം എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. തൊറാസിക് ക്യാവിറ്റി അല്ലെ, എന്താണ് തൊറാസിക് ക്യാവിറ്റി എന്ന് വെച്ചാൽ ഔരസാശയം, തൊറാസിക് ക്യാവിറ്റി നമ്മുടെ വയറിന്റെ തൊട്ട് മുമ്പേയുള്ള ഭാഗം അല്ലെ. ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ ഹ്യൂമൻ ബോഡി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങോട്ടേക്ക് എന്താണ്, വയറാണ് വരുന്നത് അല്ലെ, അബ്ഡോമിൻ. അപ്പൊ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇവിടെ എന്താണ്, തൊറാസിക് ക്യാവിറ്റി, ഔരസാശയം. അപ്പൊ ഈ തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതൊരു മസിൽ നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് കേട്ടോ, പേശി നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ്. അപ്പൊ എന്തിനെ സഹായിക്കുന്നു, ഈ ഡയഫ്രം നമ്മളെ ശ്വസിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. ഡയഫ്രത്തിന്റെ കോൺട്രാക്ഷൻ അതുപോലെ പൂർവസ്ഥിതി പ്രാപിക്കൽ അല്ലെ, ചുരുങ്ങലും പൂർവസ്ഥിതി പ്രാപിക്കലും എന്തിനെ സഹായിക്കുന്നു, വായുവിനെ ഉള്ളിലേക്ക് അടക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നുണ്ട്. അപ്പം ഡയഫ്രം എന്തിനാ സഹായിക്കുന്നത്, വായുവിനെ ഉള്ളിലേക്ക് എടുക്കാനും. ഡയഫ്രം പേശി നിർമ്മിതം അല്ലെങ്കിൽ മസിൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. അപ്പൊ ഡയഫ്രത്തിന്റെ കോൺട്രാക്ഷൻ, ചുരുങ്ങലും അതുപോലെ പൂർവസ്ഥിതി പ്രാപിക്കുക അല്ലെങ്കിൽ റിലാക്സേഷനും ഒക്കെ എന്തിനെ സഹായിക്കുന്നു, നമ്മുടെ ഗ്യാസിനെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കും. ഇനി ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെ, these muscles are located between the ribs and assist in expanding and contracting the chest during breathing. അപ്പൊ എന്താണ്, വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസിലാണ് എന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. വാരിയെല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാരിയെല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മസിൽ പേശിയാണ് എന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയഫ്രത്തിന്റെയും ഇന്റർകോസ്റ്റൽ മസിൽസിന്റെയും കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്, നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്നത്. ബ്രീത്തിങ് അല്ലെങ്കിൽ വായുവിനെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നത് ഡയഫ്രത്തിന്റെയും ഇന്റർകോസ്റ്റൽ മസിൽസിന്റെയും സംയുക്തമായിട്ടുള്ള പ്രവർത്തനം ആണ്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസും ആണ് നമ്മളെ ശ്വസനത്തിന് സഹായിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, പ്ലൂറ അല്ലെ, ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ദ പ്ലൂറ ഈസ് എ മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട്സ് ഈച്ച് ലങ് പ്രൊവൈഡിംഗ് ലൂബ്രിക്കേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ ലങ്സ് വിത്തിൻ ദ ചെസ്റ്റ് ക്യാവിറ്റി. എന്താണ് പ്ലൂറ എന്ന് വെച്ചാൽ, ശ്വാസകോശത്തിന്റെ ആവരണത്തിലാണ് നമ്മൾ എന്ത് പറയാ, പ്ലൂറ എന്ന് പറയാം അല്ലെ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശത്തിന്റെ ആവരണം, കവറിംഗ് അല്ലെ, അതിനാണ് എന്ത് വിളിക്കുന്നത്, പ്ലൂറ. അപ്പൊ പ്ലൂറയുടെ ഫംഗ്ഷൻ എന്താ, ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ശ്വാസകോശവും ലങ്സും അതുപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ആവരണമാണ് എന്ന് പറയുന്നത് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത് ഇവിടെ, ദ പ്ലൂറ ഈസ് എ മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട്സ് ഈച്ച് ലങ്സ് പ്രൊവൈഡിംഗ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ എന്തിനാ കൊടുക്കുന്നത്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ അല്ലെ, ഘർഷണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് പ്ലൂറ. പിന്നെന്താണ്, ലങ്സിന് ഈ ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ ലങ്സ് വിത്തിൻ ദ ചെസ്റ്റ് ക്യാവിറ്റി. അപ്പൊ എന്താണ്, ഘർഷണം ഇല്ലാതെ നമ്മുടെ ശ്വാസകോശത്തിന് ഈ ക്യാവിറ്റിയിൽ ചലിക്കാനും എന്ത് സഹായിക്കുന്നത്, പ്ലൂറ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, റെസ്പിറേറ്ററി സെന്റർ. ദ റെസ്പിറേറ്ററി സെന്റർ ഇൻ ദ
ബ്രെയിൻ സ്റ്റെം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെയിൻ സ്റ്റെമ്മിലാണ് എന്തുള്ളത്? റെസ്പിറേറ്ററി സെന്റർ. അതായത് നമ്മുടെ റെസ്പിറേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന, ശ്വസനത്തെ കൺട്രോൾ ചെയ്യുന്ന കേന്ദ്രം എവിടെയാണ്? തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെമ്മിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ദ റെസ്പിറേറ്ററി സെന്റർ ഇൻ ദ ബ്രെയിൻ സ്റ്റെം കൺട്രോൾസ് ദ റേറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് ബ്രീത്തിങ്, എൻഷുറിംഗ് ദാറ്റ് ഓക്സിജൻ ലെവൽസ് ആർ മെയിൻറ്റൈൻഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സ്പെൽഡ്. അപ്പൊ എന്തിനെ സഹായിക്കും? നമ്മുടെ ശ്വസനത്തിനെ സഹായിക്കുന്ന കേന്ദ്രം എവിടെയാണ്? ബ്രെയിൻ സ്റ്റെമ്മിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? ഫ്രെനിക് നെർവ്സ് ആണ് അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് നോക്കാം ഇവിടെ എന്താണുള്ളത്? ഫ്രെനിക് നെർവ്സ്. ഓക്കെ, ഫ്രെനിക് നെർവ്സ്. The phrenic nerves are responsible for controlling the diaphragm's movement, allowing it to contract and relax during breathing. അപ്പോൾ ഫ്രെനിക് നെർവിന്റെ പർപ്പസ് എന്താണ്? നമ്മളുടെ ഡയഫ്രത്തിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന നാഡി അല്ലെങ്കിൽ പിന്നെ നെർവാണ് എന്ന് പറയുന്നത് ഫ്രെനിക് നെർവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്വസന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന ഒരു നെർവാണ് ഏത്? ഫ്രെനിക് നെർവ് എന്ന് പറയുന്നത്. എന്തിനാ സഹായിക്കുന്നത്? ദ ഫ്രെനിക് നെർവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദ ഡയഫ്രംസ് മൂവ്മെന്റ്, അലോയിങ് ഇറ്റ് ടു കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ഡ്യൂറിംഗ് ബ്രീതിങ്. ശ്വസന സമയത്ത് ഡയഫ്രത്തിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്ന നാഡി അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന നാഡിയാണ് എന്ന് പറയുന്നത് ഫ്രെനിക് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്തിലേക്ക് പോവാം. അപ്പൊ ഡയഫ്രം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ തൊറാസിക് കാവിറ്റിയെയും അബ്ഡോമിനൽ കാവിറ്റിയെയും വേർതിരിക്കുന്ന മസിൽ കൊണ്ട് നിർമ്മിച്ച ഭാഗമാണ് എന്ന് പറയുന്നത് ഡയഫ്രം എന്ന് പറയുന്നത് അല്ലെ. ഡയഫ്രത്തിനെ കോൺട്രാക്ഷനും റിലാക്സേഷനും വായു ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ഇന്റർകോസ്റ്റൽ മസിൽസ്, വാരിയെല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ശ്വസനത്തെ സഹായിക്കുന്ന മസിൽസ് ആണ്. പിന്നെ പ്ലൂറ അല്ലെ. പ്ലൂറ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിന്റെ ആവരണമാണ് പ്ലൂറ. എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് ഇളകുന്ന സമയത്ത് ഫ്രിക്ഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനും പ്ലൂറ സഹായിക്കുന്നു. പിന്നെ റെസ്പിറേറ്ററി സെന്റർ അല്ലെ, തലച്ചോറില് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള നമ്മുടെ ശ്വസനത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സെന്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശ്വസന പ്രക്രിയ കൃത്യമായി നടക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന സെന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫ്രെനിക് നെർവ് ആണ് അല്ലെ. ഫ്രെനിക് നെർവ് ഡയഫ്രത്തിന്റെ മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെ, നമുക്ക് അറിയുന്നതാണ്. എന്താണ്? ദ മെയിൻ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ എൻവിറോൺമെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് ടു പ്രോസസ്സസ് അല്ലെ. എന്താണ് ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് അല്ലെ, നമുക്കറിയുന്നതാണ്. അപ്പൊ രണ്ട് പ്രക്രിയകൾ അല്ലെ. ഗ്യാസ് എക്സ്ചേഞ്ചിൽ രണ്ട് പ്രോസസ് ആണുള്ളത്. ഒന്നെന്താണ്? ഇൻഹലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇൻ, വായു ഉള്ളിലേക്ക് എടുക്കുക അല്ലെ, ബ്രീത്തിങ് ഇൻ. അതാണ് ഇത് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഇൻഹലേഷൻ ഓക്സിജൻ റിച്ച് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ ലങ്സ്. This oxygen is essential for cellular respiration, where it is used to produce energy. എന്താണ് ഇൻഹലേഷൻ എന്ന് പറഞ്ഞാല്? നമ്മളെ വായു എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഇൻഹലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഇൻഹലേഷന്റെ സമയത്ത് എന്താണ്? ഓക്സിജൻ ഉള്ള വായു ഉള്ളിലേക്ക് എടുക്കുന്നു. ഇത് എന്തിനെ സഹായിക്കുന്നു? സെൽ റെസ്പിറേഷന് സഹായിക്കുന്നു. അപ്പൊ സെൽ റെസ്പിറേഷൻ വെച്ചാൽ കോശങ്ങളിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം പുറത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ ഊർജം പുറത്ത് വിടുന്ന പ്രക്രിയക്കാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സെൽ റെസ്പിറേഷന് എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ ഈ ഓക്സിജൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻഹലേഷൻ വഴിയാണ്. ഇനി എന്താണ്? എക്സലേഷൻ, ബ്രീത്തിങ് ഔട്ട് ആണ് അല്ലെ. എന്താണ്? പുറത്തേക്ക് വിടുക. ഡ്യൂറിങ് എക്സലേഷൻ കാർബൺ ഡൈ ഓക്സൈഡ്, എ വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, ഈസ് എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ഇൻ ടു ദ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. എന്താണ്? നമ്മളെ ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് ഇത് എക്സലേഷൻ. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്ന പ്രക്രിയ ഇൻഹലേഷൻ, പിന്നെ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്ന പ്രക്രിയ എക്സലേഷൻ അല്ലെ. ഇപ്പൊ രണ്ടും കൂടി കൂടിയതാണ് എന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയ, റെസ്പിറേഷൻ. നെക്സ്റ്റ് എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്. വൺസ് ഓക്സിജൻ ഈസ് ഇൻഹേൽഡ് ആൻഡ് ഡിഫ്യൂസസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം, ദ റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്സ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു സെൽസ് ആൻഡ് ടിഷ്യൂസ് ത്രൂ ഔട്ട് ദ ബോഡി. ഓക്സിജൻ ഈസ് ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, റെസ്പിറേറ്ററി പിഗ്മെന്റ് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. റെസ്പിറേറ്ററി പിഗ്മെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. അതായത് നമ്മൾ ശ്വസിച്ചിട്ട് ഓക്സിജൻ എന്താകും? ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ആവും അല്ലെ. ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മുടെ കോശങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ ആണ് ആരെ വഹിക്കുന്നത്? ഓക്സിജനെ വഹിക്കുന്നത്. അപ്പൊ പ്രത്യേകം
പ്രത്യേകം ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്നത് ഏതിലാ? റെഡ് ബ്ലഡ് സെൽസിലെ ചുവന്ന രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. ആ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ വഹിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അതിൽ രണ്ട് പ്രക്രിയകളുണ്ട്, ഇൻഹലേഷനും എക്സലേഷനും. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ ഇൻഹലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന പ്രക്രിയ എക്സലേഷൻ. നെക്സ്റ്റ് എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കണം. അതിന് സഹായിക്കുന്ന രക്തമാണ്. രക്തത്തിൽ RBCയിലുള്ള ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഹീമോഗ്ലോബിൻ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് അറിയപ്പെടും. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ ആണ്. The respiratory system also removes carbon dioxide, which is produced as a metabolic waste product. Carbon dioxide is transported in the blood back to the lungs and expelled from the body during exhalation. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ കോശങ്ങളിൽ ഉള്ളിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാവും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ്? രക്തം വഴി എവിടെ എത്തും? ലങ്സിലേക്ക് എത്തിക്കുന്നു. ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവലിനും എന്ത് സഹായിക്കുന്നുണ്ട്? റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്? റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. ബൈ കൺട്രോളിംഗ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്, ദ റെസ്പിറേറ്ററി സിസ്റ്റം help maintain the body's acid base balance, അല്ലെങ്കിൽ pH. Proper pH is crucial for various physiological processes. അപ്പൊ നമ്മുടെ രക്തത്തിന്റെ pH എത്രയാണ്? 7.4 ആണ് അല്ലെ. നമ്മുടെ രക്തത്തിന്റെ pH 7.4 ആണ്. എപ്പോഴും നമ്മളുടെ pH 7.4, ബ്ലഡിന്റെ pH 7.4 തന്നെ നിലനിൽക്കണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുന്ന സമയത്ത് അത് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആസിഡായിട്ട് മാറും. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളെ ഈ pH കുറയും അല്ലെ. ആസിഡാകുന്ന സമയത്ത് pH കുറയും. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളെ നോർമൽ ആയിട്ടുള്ള അവസ്ഥ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില്ലാതാക്കാൻ എന്ത് സഹായിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിമൂവൽ ഒക്കെ സഹായിക്കും. അപ്പൊ അങ്ങനെ നോർമൽ pH മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ രക്തത്തിൽ നിന്നും റിമൂവ് ചെയ്തുകൊണ്ട് ശരീരത്തിലെ എന്താണ്? അസിഡിറ്റി ശരീരത്തിലെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഫിൽറ്ററിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് ഇൻഹേൽഡ് എയർ അല്ലെ. എന്താണ്? ദ റെസ്പിറേറ്ററി സിസ്റ്റം ഫിൽറ്റേഴ്സ് ആൻഡ് ഹ്യൂമിഡിഫൈസ് ദ എയർ വി ബ്രീത്ത്. Tiny cilia in the respiratory tract trap dust and particles, while the mucus lining help remove them. This process helps protect the lungs from harmful substances. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സിലിയന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മൂക്കിലുള്ള സിലിയ ഒക്കെ നമ്മൾ എന്തിനെ സഹായിക്കുന്നത്? പൊടിപടലങ്ങളെ അവിടെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ട്രക്കിയയിലൊക്കെ എന്തുണ്ട്? സിലിയന്റെ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ എന്തുണ്ട്? സിലിയന്റെ. എന്താണ്? പൊടിപടലങ്ങളെയൊക്കെ തടഞ്ഞ് ലങ്സിലേക്ക് പൊടിപടലങ്ങളൊന്നും പോവാതെ തടഞ്ഞുകൊണ്ട് ലങ്സിന്റെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? സിലിയ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? സിലിയ സഹായിക്കുന്നുണ്ട്. പിന്നെ മ്യൂക്കസ് ലൈനിങ് ഹെൽപ്പ് റിമൂവ് ദം. എന്താണ് മ്യൂക്കസ്? നമുക്കറിയാലോ, നമ്മൾ ജലദോഷമൊക്കെ പിടിച്ചാൽ പുറത്തേക്ക് കളയുന്നില്ലേ? അതെന്താണ്? മ്യൂക്കസ് ആണ്. രോഗാണുക്കളെ പുറത്ത് കളയാനുള്ള നമ്മുടെ ഒരു മാർഗമാണ് ഏത്? മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ പൊടിപടലങ്ങളും രോഗാണുക്കളും എല്ലാം കൂടെയാണ് നമ്മൾ എന്താക്കുന്നത്? ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ പുറത്തേക്ക് കളയുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്? മ്യൂക്കസ് ആണ്. മ്യൂക്കസ് ലൈനിങ് എന്തിനു സഹായിക്കുന്നു? ഈ പറയുന്ന പൊടിപടലങ്ങളൊക്കെ പുറത്തേക്ക് കളയാൻ നമ്മളെ സഹായിക്കും. അതായത് ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതിനാണ് സിലിയയും മ്യൂക്കസ് ഒക്കെ ഉള്ളത്. This process helps protect the lungs from harmful substances. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിമൂവലിന് സഹായിക്കുന്നുണ്ട് അല്ലേ. അതായത് കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ രക്തം വഴി ലങ്സിലേക്ക് എത്തിക്കുന്നു. ലങ്സ് അത് പുറത്തേക്ക് കളയുന്നു. പിന്നെ റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുക വഴി നമ്മുടെ നോർമൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ എന്താണ്? ശ്വാസകോശത്തിന് തകരാറൊന്നും സംഭവിക്കാതെ ഈ പറയുന്ന പൊടിപടലങ്ങളെയും മറ്റു രോഗാണുക്കളെയും ഒക്കെ തടയാൻ സിലിയ മ്യൂക്കസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ്? പിന്നെ ശ്വാസകോശത്തിലേക്ക് ഹാർംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എത്താതിരിക്കാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫിൽറ്ററിങ് ആൻഡ് ഹ്യൂമിഡിഫൈങ് ഇൻഹേൽഡ് എയർ. പിന്നെ ഇമ്മ്യൂൺ ഡിഫൻസ് ആണ് അല്ലെ. നോക്കാം, ഇമ്മ്യൂൺ ഡിഫൻസിലെ എന്താണ്? The respiratory system has immune functions. It includes mucous membranes, immune cells, and antibodies that help protect the body against respiratory infections. പിന്നെ എന്താണ്? ഇമ്മ്യൂൺ ഡിഫൻസ് ഉണ്ട്. അതായത് മ്യൂക്കസും ഇമ്മ്യൂൺ സെൽസും ഒക്കെ എന്തിനു സഹായിക്കുന്നു? ആന്റിബോഡീസ്. അതുപോലെ ആന്റിബോഡീസ് ഒക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്കറിയാലോ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ്? നമുക്ക് ന്യൂമോണിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ.
എന്താണ് മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവസ്ഥ അറിയാലോ. അപ്പോൾ എന്താണ് ഇമ്മ്യൂൺ ഡിഫൻസിന് മാർക്ക് പങ്കുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പങ്കുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സിലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഇമ്മ്യൂൺ സെൽസ്, മ്യൂക്കസ് മെംബ്രെയിൻ, ഇതൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്, രോഗാണുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതിന്റെ കൂടെ ആന്റിബോഡീസും പ്രവർത്തിക്കും. അങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് എന്താണ് സ്പീച്ച് ആൻഡ് വോക്കലൈസേഷൻ. ഇതൊക്കെ എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ എന്തുണ്ട്, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. സ്പീച്ച് ആൻഡ് വോക്കലൈസേഷൻ. The movement of air through the vocal cords in the larynx allow humans to produce speech and sound. അതായത് എയറിന്റെ പാസേജ് അല്ലെ. അപ്പൊ ലാരിങ്സ് കൂടെ എയർ പോകുന്ന സമയത്ത് അത് എന്തിനെ സഹായിക്കുന്നുണ്ട്, സ്പീച്ചിന് അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സിൽ കൂടെ എയർ പോകുന്ന സമയത്ത് സംസാരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതും ഓർമ്മിച്ചു വെക്കാം. നെക്സ്റ്റ് എന്താണ് തെർമോ റെഗുലേഷൻ. എന്താണ് താപനില റെഗുലേറ്റ് ചെയ്യുക. The respiratory system can also play a role in regulating body temperature. നമ്മുടെ ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. നമ്മൾ എക്സെയിൽ ചെയ്യുന്ന സമയത്ത്, പുറത്തേക്ക് വായു വിടുന്ന സമയത്ത് ഇതെന്തിനു സഹായിക്കും, ടെമ്പറേച്ചർ റെഗുലേഷന് സഹായിക്കുന്നുണ്ട്. അതായത് ഹീറ്റ് നമ്മൾ പുറത്തേക്ക് വായു വിടുന്ന സമയത്ത് എന്താണ് ഹീറ്റും കൂടെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചില സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, ഈ റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് അല്ലെ, ഗ്യാസ് എക്സ്ചേഞ്ച്. രണ്ടെന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. 3 കാർബൺ ഡയോക്സൈഡ് റിമൂവൽ. 4 റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. പിന്നെ 5 ഫിൽട്ടറിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് ഇൻഹേൽഡ് എയർ. പിന്നെ ഇമ്മ്യൂൺ ഡിഫൻസ്. പിന്നെ സ്പീച്ച് ആൻഡ് വോക്കലൈസേഷൻ, തെർമോ റെഗുലേഷൻ. അതായത് എയർ പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ച് താപവും കൂടെ അല്ലെങ്കിൽ ഹീറ്റും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇനി ഡ്യൂറിങ് നോർമൽ ഇൻഹലേഷൻ ബോത്ത് ഇന്റർകോസ്റ്റൽ മസിൽസ് and diaphragm contract simultaneously. This coordinated action increases the volume of thoracic cavity, facilitating the movement of air into the lungs. The relaxation of these muscles lead to the decrease in the size of the thoracic cavity and the lungs, causing air to be expelled or exhalation. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഹലേഷൻ അതായത് എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഇൻഹലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഹലേഷന്റെ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രവും എന്താകുന്നു, ചുരുങ്ങുന്നു. രണ്ടും ചുരുങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഹലേഷന്റെ സമയത്ത് എയർ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ ഡയഫ്രവും എന്താകുന്നു, ചുരുങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ തൊറാസിക് കാവിറ്റിയുടെ സൈസ് എന്താകുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം എന്താകുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കുറയുന്നു. തൊറാസിക് ക്യാവിറ്റിയിലെ പ്രഷർ കുറയുന്നു. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടുതലായിരിക്കും. തൊറാസിക് ക്യാവിറ്റിയിലെ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും അറ്റ്മോസ്ഫിയറിലെ പ്രഷർ. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടുതലായത് കൊണ്ട് തന്നെ അവിടുന്ന് എയർ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എയർ എന്താകുന്നു, ഉള്ളിലേക്ക് വരുന്നത്. പ്രഷർ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് പോകുന്നത്, എയർ പോകുന്നത്. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയിലെ പ്രഷർ വോളിയം കൂടുന്ന സമയത്ത് പ്രഷർ കുറയുന്നു. അങ്ങനെ പ്രഷർ കുറയുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഈ തൊറാസിക് ക്യാവിറ്റിയിലെ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഉള്ളിലേക്ക് എയർ വരികയാണ് ചെയ്യുന്നത്. ഇനി എക്സലേഷന്റെ സമയത്ത്, അതായത് പുറത്തേക്ക് വിടുന്ന സമയത്ത്, വായു പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് നടക്കുന്നത്, നേരെ വിപരീതമാണ്. അതായത് ഇന്റർകോസ്റ്റൽ വാരിയെല്ലുമായി ബന്ധപ്പെട്ട മസിലാണ് ഏത്, ഇന്റർകോസ്റ്റൽ മസിൽ. എല്ലാം ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രം എന്താണ്, രണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലാക്സ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യല, റിലാക്സ് ആവുന്നു. ആ സമയത്ത് രണ്ടും റിലാക്സ് ആവുന്ന സമയത്ത് തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്താവും, കുറയുന്നു. വോളിയം കുറയുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കൂടുന്നു. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളിൽ പ്രഷർ കൂടുന്ന സമയത്ത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വായു പോകുന്നു. അതായത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ എക്സ്പെൽ ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ്. പിന്നെന്താണ് എക്സലേഷൻ എന്ന് പറഞ്ഞാൽ വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ്. ഇൻഹലേഷന്റെ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിലും അതുപോലെ തന്നെ നമ്മുടെ ഡയഫ്രവും കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ എക്സലേഷന്റെ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രവും റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ഇനി ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ.
എന്താണ് റെസ്പിറേഷൻ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് എയറോബിക് റെസ്പിറേഷൻ, ജനറലി സീൻ അമംഗ് ഹ്യൂമൻസ്. അല്ലെ, എന്താണ് എയറോബിക് റെസ്പിറേഷൻ? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ സഹായത്തോടു കൂടി നടക്കുന്ന റെസ്പിറേഷൻ ആണ് എയറോബിക് റെസ്പിറേഷൻ. In certain organisms like bacteria and algae, respiration occurs in the absence of oxygen and is called anaerobic respiration. ചില ജീവികളുടെ കേസിൽ, ചില ബാക്ടീരിയകൾ, ആൽഗെ, ഇതിലൊക്കെ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റെസ്പിറേഷൻ ആണ് എന്ത് വിളിക്കുന്നത്? അനറോബിക് റെസ്പിറേഷൻ. അപ്പൊ രണ്ട് ടൈം ഓർമ്മിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. എയറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ. അനറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന റെസ്പിറേഷൻ. ഇനി എന്തൊക്കെയാണ് എയറോബിക് റെസ്പിറേഷന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എയറോബിക് റെസ്പിറേഷൻ ഇറ്റ് റിക്വയേഴ്സ് ഓക്സിജൻ ഫോർ ബ്രേക്കിംഗ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്ത് വേണം? ഓക്സിജൻ വേണം, അല്ലെ? എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്താക്കാൻ പറ്റുള്ളൂ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത എന്താണ്? ഒക്കേഴ്സ് ഇൻ ഓൾ ലിവിങ് സെൽസ് ഓഫ് ഹയർ ഓർഗാനിസംസ്. എയറോബിക് റെസ്പിറേഷൻ ഹയർ ഓർഗാനിസംസ്, അതായത് നല്ല എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ട് സ്ട്രക്ചർ ഒക്കെയുള്ള നല്ല ലെവലിലുള്ള ഓർഗാനിസംസിലൊക്കെ എന്താണ് നടക്കുന്നത്? എയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഈ പ്രാകൃതമായ ജീവികൾ, യൂണിസെല്ലാർ പിന്നെ ജീവികള്, ഏകകോശ ജീവികൾ, ഇതിലൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് പോകുന്നത്? പറഞ്ഞ ആൽഗെ, ബാക്ടീരിയ പോലുള്ള പ്രാകൃത ജീവികളിലൊക്കെയാണ് എന്ത് നടക്കുന്നത്? അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ഇവിടെ എന്താണ് എയറോബിക് റെസ്പിറേഷന്റെ പ്രത്യേകത? എന്താണ്? ഹയർ ഓർഗാനിസംസിലാണ്, നമ്മുടെ മനുഷ്യരെ പോലെ മറ്റു ജന്തുക്കളെ പോലെയൊക്കെ ഉള്ളതിലാണ് എന്ത് നടക്കുന്നത്? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. പിന്നെ എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. The end products are carbon dioxide and water. പിന്നെ എയറോബിക് റെസ്പിറേഷന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? കാർബൺ ഡയോക്സൈഡും ജലവും ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, എയറോബിക് റെസ്പിറേഷന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും ആണ്. ഓക്സിഡേഷൻ ഓഫ് 1 molecule of glucose produce 38 ATP molecules. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം, എയറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് എത്ര ATP കിട്ടുന്നുണ്ട്? 38. ATP എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളവയിൽ ഊർജ്ജ സംഭരണത്തിന് സഹായിക്കുന്ന സവിശേഷതയാണ് ഏതെന്ന് പറയുന്നത്? ATP എന്ന് പറയുന്നത്, അല്ലെ? അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ ATP യെ പറ്റി പറയാം. ഒന്ന് ഫുൾ ഫോം ആണ്, അത് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഒന്നത്. പിന്നെ രണ്ടാമത്തത് എനർജി കറൻസി. എനർജി കറൻസി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ATP ആണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് അതിന്റെ ഫുൾ ഫോം, ATPന്റെ ഫുൾ ഫോം. പിന്നെ എന്താണ്? എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്, അല്ലെ? ജീവശരീരത്തിലെ ഊർജ്ജ സംഭരണത്തിലുള്ള സംവിധാനമാണ് എന്ന് പറയുന്നത് ATP എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വിഘടിച്ചു കഴിഞ്ഞാൽ എത്ര ATP കിട്ടും? 38 ATP മോളിക്യൂൾസ്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺട്രിയ. എവിടെയൊക്കെയാണ്? സെല്ലിനകത്ത്. സെല്ല് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സെല്ലിനകത്ത് എവിടെയൊക്കെയാണ് നടക്കുന്നത്? സെല്ലിനകത്ത് സൈറ്റോപ്ലാസത്തിലും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലാണ് ഇത് നടക്കുന്നത്. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. രണ്ട് ഘട്ടമായിട്ടാണ്. അപ്പൊ ഒന്ന് ഒരു ഘട്ടം സൈറ്റോപ്ലാസത്തിലും അടുത്ത ഘട്ടം മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എയറോബിക് ഇത് എപ്പോഴും SSC ആയാലും റെയിൽവേ ആയാലും ഒക്കെ ചോദിക്കുന്ന ഏരിയ ആണ് ഈ എയറോബിക് റെസ്പിറേഷൻ, അനറോബിക് റെസ്പിറേഷൻ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് ഓക്സിജൻ ഫോർ ബ്രേക്കിംഗ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്താണ്? ഓക്സിജൻ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഹയർ ഓർഗാനിസംസിലെ നല്ല സ്ട്രക്ചർ, എന്താ പറയാ, കുറച്ച് കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ജീവികളിലാണ് എന്ത് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്, പ്രാകൃത ജീവികളിലല്ല. പിന്നെന്താണ്? ദ എൻഡ് പ്രൊഡക്ട്സ് ആർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വിഘടിക്കുന്ന സമയത്ത് 38 ATP സ്വതന്ത്രമാകുന്നുണ്ട്. പിന്നെ എയറോബിക് റെസ്പിറേഷൻ രണ്ട് ഘട്ടമായിട്ട് നടക്കുന്നു, ഒന്ന് സൈറ്റോപ്ലാസ്മിലും മറ്റൊന്ന് മൈറ്റോകോൺട്രിയയിലും. ഇനി അടുത്തത് അനറോബിക് റെസ്പിറേഷൻ. It does not require oxygen for breaking the respiratory substrate. എന്താണ്? ഓക്സിജൻ ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അനറോബിക് റെസ്പിറേഷൻ നടക്കുന്ന രണ്ട് ജീവികൾ ചോദിച്ചാല് ഈസ്റ്റും ബാക്ടീരിയയും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈസ്റ്റിലും ബാക്ടീരിയയിലും അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. ദ എൻഡ് പ്രൊഡക്റ്റ് ആർ എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഓർ ലാക്ടിക് ആസിഡ്. അപ്പൊ ജീവി അനുസരിച്ചിട്ട് ഒന്നുകിൽ എഥനോൾ ആയിരിക്കും, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എഥനോളും കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലാക്ടിക് ആസിഡ് ആയിരിക്കും. അടുത്ത സ്ലൈഡിൽ നമുക്കത് നോക്കാം. അപ്പൊ എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? എഥനോള്, പിന്നെ എന്താണ്? കാർബൺ ഡയോക്സൈഡ്. അത് രണ്ടും. അല്ലെങ്കിൽ എന്തായിരിക്കും? ലാക്ടിക് ആസിഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഓൺലി 2 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്.
ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. 2 ATP മോളിക്യൂൾസ് ആണ് നമുക്ക് പിന്നെ നമ്മുടെ ഫ്രീ ആകുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക, 2 ATP മോളിക്യൂൾസ് ആണ് ഫ്രീ ആകുന്നത്. അപ്പൊ അനറോബിക് റെസ്പിറേഷന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ല. ഈസ്റ്റിലും ബാക്ടീരിയയിലും ആണ് ഇത് അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അനറോബിക് റെസ്പിറേഷന്റെ എൻഡ് പ്രോഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എഥനോളും കാർബൺ ഡയോക്സൈഡും അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്. പിന്നെ എത്ര ATP മോളിക്യൂൾസ് ആണ് അനറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ATP മോളിക്യൂൾസ്. ഇനി അനറോബിക് റെസ്പിറേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് ചോദിച്ചാൽ കോശത്തിന്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് breakdown of glucose. In organisms that perform cellular respiration, glycolysis is the first step of breakdown of glucose to release energy. അപ്പോൾ glycolysis is an anaerobic process and it takes place in the cytoplasm. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് സെൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ? കോശങ്ങൾക്കുള്ളിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയക്കാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. കോശത്തിനകത്ത് വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സെല്ലുലാർ റെസ്പിറേഷന് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് ആണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ആ 3 കാര്യങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കണം. ഒന്ന്, എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? കോശത്തിനകത്ത് വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലീസ് ഓഫ് എനർജി ഫ്രം ഗ്ലൂക്കോസ് ഇൻ ദ സെൽ. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഗ്ലൈക്കോളിസിസ്. ആ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ അനറോബിക് പ്രോസസ്. അപ്പൊ ഗ്ലൈക്കോളിസിസിന് എന്ത് വേണ്ട? ഓക്സിജൻ ആവശ്യമില്ല. ഇതൊരു അനറോബിക് പ്രോസസ് ആണ്. കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ രണ്ടിനും കോമൺ ആണ്. ഏതിന്? എയറോബിക് റെസ്പിറേഷനും അനറോബിക് റെസ്പിറേഷനും എന്ത് കോമൺ ആണ്? ഈ പ്രക്രിയ കോമൺ ആണ് കേട്ടോ. ഏത്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ കോമൺ ആണ്. ആദ്യം അതാണ്, അത് രണ്ടിന്റെയും സൈറ്റോപ്ലാസത്തിൽ, എയറോബിക് റെസ്പിറേഷൻ ആയാലും അനറോബിക് റെസ്പിറേഷൻ ആയാലും അത് ഏത് ജീവി ആയാലും എന്താണ് ആദ്യം ഏത് നടക്കും? ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ നടക്കും. ഇറ്റ് കൺവേർട്സ് glucose, a 6 carbon compound to 2 molecules of pyruvate, a 3 carbon compound. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന 3 കാർബൺ കോമ്പൗണ്ട് ഏത്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. 3 കാർബൺ കോമ്പൗണ്ട് ഏതാണ്? പൈറുവേറ്റ് ആണ് കേട്ടോ. പൈറുവേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, പൈറുവേറ്റ്. അപ്പൊ ഗ്ലൂക്കോസിനെ, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റാണ്? പൈറുവേറ്റ് ആക്കി മാറ്റാണ്. അപ്പൊ ഗ്ലൂക്കോസ് C6H12O6 എന്താണ്? 6 കാർബൺ ആണുള്ളത് അല്ലെ. ആ കോമ്പൗണ്ടിനെ എന്താണ്? 2 മോളിക്യൂൾസ് ഏതിന്റെ? പൈറുവേറ്റിന്റെ 2 മോളിക്യൂൾസ് ആക്കി മാറ്റും. പൈറുവേറ്റിൽ എന്തുണ്ട്? 3 കാർബൺ ആണുള്ളത് അല്ലെ. 3 കാർബൺ അല്ലേ ഉള്ളത്? അപ്പൊ എന്താണ്? 3 കാർബൺ ആണുള്ളത്. അപ്പൊ പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ എന്താ? ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ 6 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. എന്നാൽ പൈറുവേറ്റ് എന്ന് വെച്ചാലോ 3 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ 3 കാർബൺ ഉള്ള കോമ്പൗണ്ടിന്റെ 2 മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർമ്മിക്കാം. After glycolysis, its product pyruvate gets converted into different compounds depending on the absence of oxygen, lack of oxygen or presence of oxygen. ഇതെല്ലാത്തിനും കോമൺ ആണ്. ഇത് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആകുന്ന പ്രക്രിയ എല്ലാ ജീവികൾക്കും കോമൺ ആണ്. ഇനി പൈറുവേറ്റിന്റെ മാറ്റമാണ് എന്ത്? ഓരോ ജീവിക്കും വേറെ വേറെ ആയിട്ടുള്ളത്. അതെന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. കോശത്തിനകത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SSC ആയാലും റെയിൽവേ ആയാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കോശത്തിനകത്ത് വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയാണ് സെല്ലുലാർ റെസ്പിറേഷൻ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ്. ഈ ഗ്ലൈക്കോളിസിസ് എന്താണ്? അനറോബിക് പ്രോസസ് ആണ്. അതായത് ഓക്സിജൻ ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസ് 6 കാർബൺ അടങ്ങിയ കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആ ഗ്ലൂക്കോസ് 3 കാർബൺ അടങ്ങിയ പൈറുവേറ്റ് ആയിട്ട് മാറും. ഇനി എന്താണ് നടക്കുന്നത് നോക്കാം. The 3 pathways after formation of pyruvate. അപ്പൊ പൈറുവേറ്റ് സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായി. ഇനി എന്താണ് നടക്കുന്നത്?
ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഈസ്റ്റ്. അപ്പൊ ഏത് ജീവിയിലാണെന്ന് നോക്കുക, ഈസ്റ്റ്. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് എനർജി. അപ്പോ എന്താണ് ഈസ്റ്റിൽ എന്താണ് ഉണ്ടാകുന്നത്? എന്താണ് എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എഥനോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ ആൽക്കഹോൾ ആണ് അല്ലേ? അപ്പൊ ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ? അപ്പൊ ഏതിലാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുന്നത്? ഈസ്റ്റിലാണ് അല്ലെ? അപ്പൊ ഈസ്റ്റിൽ എന്താ നടക്കുന്നത്? പൈറുവേറ്റ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് SSCക്ക് കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എഥനോൾ പൈറുവേറ്റ് എഥനോളും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നത് ഏത് ജീവിയിലാണ്? ഈസ്റ്റിലാണ്. ദിസ് ഈസ് കോൾഡ് ഫെർമെന്റേഷൻ. ഇനി അപ്പൊ ജസ്റ്റ് ഇവിടെ ഇക്വേഷൻ ആയി കൊടുത്തേ ഉള്ളൂ. C6H12O6 എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ആണ്, അത് പൈറുവേറ്റ് ആയിട്ട് മാറി. പൈറുവേറ്റ് എന്തായിട്ട് മാറി? എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും 2 ATP എനർജി ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഏതിലാണ്? ഈസ്റ്റിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈസ്റ്റിലാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുന്നത്. ഇനി അടുത്തത്, ഇൻ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ അവർ സ്കെലിറ്റൽ മസിൽ ദ സെൽ അണ്ടർഗോ അനറോബിക് റെസ്പിറേഷൻ. വെൻ അവർ മസിൽസ് ആർ ഓവർ വർക്ക്ഡ്, ബ്ലഡ് cannot supply oxygen fast enough for aerobic respiration. So now pyruvate gets converted into lactic acid. ഇത് നമ്മുടെ മസിലിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഈസ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത് ഈസ്റ്റിന്റെ കേസിൽ. അപ്പം എന്താണ് അവിടെ? പൈറുവേറ്റ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജി ആയിട്ട് മാറും. ഇനി നമ്മുടെ മസിലിന്റെ കാര്യം, നമ്മളിങ്ങനെ കുറെ എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പം ഓക്സിജൻ മസിൽസിന് മതിയാവുന്നില്ല, സ്കെലിറ്റൽ മസിലിന് ഓക്സിജൻ മതിയാവുന്നില്ല. ആ സമയത്ത് പൈറുവേറ്റ് ഓക്സിജൻ ഇല്ലാതെ എന്തായിട്ട് മാറും? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എയറോബിക് റെസ്പിറേഷന് പകരം അവിടെ എന്ത് നടക്കും? പൈറുവേറ്റ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ദിസ് ബിൽഡപ്പ് ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ അവർ മസിൽസ് ഡ്യൂറിങ് സഡൻ ആക്ടിവിറ്റി കോസസ് ക്രാംസ്. അപ്പൊ മസ്കുലർ ക്രാമ്പ് അല്ലെങ്കിൽ മസിൽ ക്രാമ്പ്, മസിലിന് വേദനയും ഫെറ്റീഗും എല്ലാം വരും. ഫെറ്റീഗ്, തളർച്ച അല്ലെ, ഫെറ്റീഗ് ഒക്കെ വരും കേട്ടോ. മസിൽ ഫെറ്റീഗ് അതുപോലെ ക്രാമ്പ് ഒക്കെ വരും. അപ്പൊ എന്താണ് നടക്കുന്നത് അവിടെ? അതായത് നമുക്കറിയാം, നമുക്ക് കുറെ നമ്മൾ ചെയ്യാത്ത ജോലികളൊക്കെ ശാരീരികമായിട്ട് അധ്വാനമുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീരും വേദനയൊക്കെ വരും അല്ലെ? അപ്പൊ അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഈ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ എന്ന് പറയുന്ന ജോയിന്റിലൊക്കെ അധികവും വരും. അപ്പൊ അതെന്താ നടക്കുന്നത്? നമ്മള് കൂടുതലായിട്ട് അധ്വാനിക്കുന്ന സമയത്ത് ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാതാവും. അപ്പൊ ഈ മസിൽസ് ഓക്സിജൻ ഇല്ലാതെ നമ്മുടെ പൈറുവേറ്റിനെ എന്താക്കി മാറ്റും? പൈറുവേറ്റിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ അതാണ് നടക്കുന്നത് കേട്ടോ, ദ ബിൽഡപ്പ് ഓഫ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഓക്സിജൻ ഇല്ലാതെ പൈറുവേറ്റ് എന്തായിട്ട് മാറും? എന്താണ്? ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ C6H12O6. അപ്പൊ അത് നമ്മുടെ കേസിലൊക്കെയാണ് അല്ലെ? ഹ്യൂമന്റെ കേസിലാണ്. ഹ്യൂമന്റെ കേസിൽ സ്കെലിറ്റൽ മസിൽസിനെ ഓക്സിജൻ ആവശ്യത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആകുന്നു, അതുപോലെ പൈറുവേറ്റ് ലാക്റ്റിക് ആസിഡും എനർജി ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ കേസ് ഈസ്റ്റിന്റെ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റിന്റെ കേസിൽ പൈറുവേറ്റ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജി ആയിട്ട് മാറും, 2 ATP എനർജി. ഇവിടെ ഓക്സിജൻ ഇല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്താണ്? പൈറുവേറ്റ് എന്താക്കി മാറ്റും? ലാക്റ്റിക് ആസിഡും എനർജി ആക്കി മാറ്റും. ഇനി അടുത്തത് നമ്മുടെ കാര്യം, ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് യൂസ്ഡ് ടു സിന്തസൈസ് ATP വിച്ച് ഈസ് ദ ഫ്യൂവൽ ഓഫ് ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻ ദ സെൽ. നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ കേസ്, ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ദ ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് occurs in the mitochondria and gives the end products carbon dioxide and water and energy. This aerobic respiration and 38 molecules of ATP is formed. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ കേസിൽ നമ്മുടെ കോശത്തിലെ സെല്ലില് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് എന്ത് നടന്നു? ഗ്ലൈക്കോളിസിസ് നടന്നു. ഗ്ലൂക്കോസും പൈറുവേറ്റ് ആയിട്ട് മാറി. ഈ പൈറുവേറ്റ് നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, സെല്ലാണ്, സെല്ലിന്റെ ന്യൂക്ലിയസ് ഇവിടെ, ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി ഭാഗത്തിലാണ് എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെ? ന്യൂക്ലിയസ് ഒഴികെ ബാക്കി ഭാഗം സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനൽ ഉണ്ട്. എന്താണ്? നമ്മുടെ ഊർജോത്പാദനത്തിന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ആണ് ഏത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പം സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഗ്ലൈക്കോളിസിസ് നടന്നു. ബാക്കി രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും
ജലവും അല്ലെ, ജലവും എനർജി ആയിട്ട് മാറുന്നു. എത്ര ATP എനർജി ഉണ്ട്? 38 ATP എനർജി ഉണ്ട്. അപ്പൊ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണ് കേട്ടോ. എയറോബിക് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത്. എന്ത് വേണം? ഓക്സിജൻ ആവശ്യം ആണ്. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടന്ന ഗ്ലൈക്കോളിസിസിന് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. പക്ഷെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സിന് എന്ത് വേണം? ഓക്സിജൻ ആവശ്യം ആണ്. In the presence of oxygen, the oxidation of pyruvate occurs in the mitochondria and gives the end product carbon dioxide and water and energy. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ്റ്റിന്റെ കേസിൽ ആൽക്കഹോളിൽ എഥനോളും കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് കിട്ടിയത്. എന്നാൽ നമ്മളെ ലാക്റ്റിക് ആസിഡ് കിട്ടുന്ന എവിടെയാ? സ്കെലിറ്റൽ മസിൽസിന്റെ കേസിൽ. പിന്നെ ഇവിടെ നമ്മൾ നോർമൽ അല്ലെ, നമ്മുടെ കോശത്തിനകത്ത് വെച്ചിട്ട് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് ഏത്? ഈ പറയുന്നത്. ഗ്ലൈക്കോളിസിന്റെ ഇപ്പൊ ഉണ്ടായ പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് പൈറുവേറ്റ് ആകുന്നു. പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നു? ഓക്സിജന്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ആയിട്ട് മാറും. ഇപ്പൊ എത്ര ATP എനർജിയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 38 ATP എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്നത് എവിടെയാ? സൈറ്റോപ്ലാസം. നമ്മുടെ കോശത്തിലെ സൈറ്റോപ്ലാസം. നമ്മൾ പറഞ്ഞില്ലേ സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? കോശത്തിനകത്ത് വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയാണ് സെൽ റെസ്പിറേഷൻ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏത്? ഗ്ലൈക്കോളിസിസ്. അത് നടക്കുന്നത് എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് അത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. എന്താണ്? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ. എന്താണ്? ഓക്സിജന്റെ പ്രസൻസില് ഓക്സിജൻ പൈറുവേറ്റ് അല്ലെ, ഓക്സിജന്റെ പ്രസൻസിൽ പൈറുവേറ്റ്, ഓക്സിജന്റെ പ്രസൻസിൽ പൈറുവേറ്റ് എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട്, കാർബൺ ഡയോക്സൈഡ് വാട്ടർ എനർജി ആയിട്ട് മാറുന്നു. എനർജി എത്രയുണ്ട്? 38 ATP എനർജി ഉണ്ടാവും. ഇനി നമുക്ക് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വോളിയംസ് ആണ് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ ഏതാണ്? tidal volume. The tidal volume is the total amount of air inhaled or exhaled during regular respiration or relaxed breathing. Approximately 500 ml of air is utilized during normal respiration in healthy man. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈഡൽ വോളിയം നോർമൽ വോളിയം. ടൈഡൽ വോളിയം എന്താണ്? നോർമൽ വോളിയം. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ ശ്വസനത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. ഏകദേശം എത്രയാണ്? 500 ml ആണ്. അടുത്ത എന്താണ്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. എന്താണ്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. നമ്മൾ ഒരു സാധാരണ ശ്വസനത്തിന് ശേഷം ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവിലാണ് എന്ത് വിളിക്കുന്നത്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ഈസ് എ സപ്ലിമെന്ററി വോളിയം അപ്രോക്സിമേറ്റ്ലി റേഞ്ചിങ് ബിറ്റ്വീൻ എത്രയാണ്? 2500 to 3100 ml of air which could be effectively inhaled after the inspiration ഓഫ് എ സ്റ്റാൻഡേർഡ് ടൈഡൽ വോളിയം. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ശ്വസനത്തിന് ശേഷം നമ്മൾ ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവിനാണ് എന്ത് പറയുന്നത്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് 2500 മുതൽ 3100 ml വരെയാണ്. ഓക്കെ, അപ്പൊ ടൈഡൽ വോളിയം 500 ml, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം 2500 മുതൽ 3100 ml വരെ. നെക്സ്റ്റ് എന്താണ്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം. An expiratory reserve volume refers to the additional capacity of air which is about 1200 ml or that could be forcibly exhaled out after the expiration of a standard tidal volume. അതായത് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർമൽ ശ്വസനത്തിന് ശേഷം ശക്തമായിട്ട് പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. ഈ ഏരിയയിൽ നിന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വോളിയംസ് പരീക്ഷയ്ക്ക് വന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോർമൽ ശ്വസനത്തിന് ശേഷം ശക്തമായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവിനാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. അത് എത്രയാണ്? 1200 ml. പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈഡൽ വോളിയം എന്താ? ഒരു നോർമൽ ശ്വസനത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനാണ് എന്ത് വിളിക്കുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. എത്രയാണ്? ഏകദേശം 500 ml. ഇനി ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്താണ്? നമ്മൾ നോർമൽ ശ്വസനത്തിന് ശേഷം ശക്തമായി ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഏകദേശം 2500 മുതൽ 3100 ml വരെ വരും. ഇനി എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്താണ്? ഒരു നോർമൽ ശ്വസനത്തിന് ശേഷം ശക്തമായിട്ട് പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്.
ഇനി അടുത്തത് റെസിഡ്യുവൽ വോളിയം അല്ലെങ്കിൽ റിസർവ് വോളിയം. ദ റെസിഡ്യുവൽ വോളിയം ഈസ് അബൌട്ട് ദി ടോട്ടൽ വോളിയം ഓഫ് എയർ അറൌണ്ട് എത്രയാണ് 1100 ml to 1200 ml residing in the lungs after the reserve volume is emitted or breathed out. അതായത് ഒരു നോർമൽ ശ്വസനത്തിന് ശേഷവും നമ്മുടെ ശ്വാസകോശത്തിൽ കുറച്ച് വായു എന്താക്കും, അവശേഷിക്കും. ഈ വായുവിന്റെ അളവിനാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ റെസിഡ്യുവൽ വോളിയം അല്ലെങ്കിൽ റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി വായു ഉള്ളിലേക്ക് എടുത്ത് അത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, അല്ലെ, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാലും കുറച്ച് എയർ എവിടെ ഉണ്ടാവും, ലങ്സിൽ തങ്ങി നിൽക്കും. ഈ എയറിനാണ് എന്ത് വിളിക്കുന്നത്, റെസിഡ്യുവൽ വോളിയം അല്ലെങ്കിൽ റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. ഏകദേശം എത്രയാണ്, 1100 ml മുതൽ 1200 ml വരെ. നെക്സ്റ്റ്, ടോട്ടൽ ലങ് കപ്പാസിറ്റി. The total lung capacity applies to the total volume of air filled in the lungs after a forced inspiration. The lung capacity of a healthy man is estimated to be 6000 ml. അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി വെച്ചാൽ എന്താണ്, ശക്തമായിട്ടുള്ള ഒരു ഇൻഹലേഷന് ശേഷം അല്ലെ ഉള്ളിലേക്ക് ശക്തമായിട്ട് വായു എടുത്തു കഴിഞ്ഞാൽ എത്ര വോളിയം ഓഫ് എയർ ഉള്ളിലുണ്ട് അതിന്റെ അളവിലാണ് എന്ത് വിളിക്കുന്നത്, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ദ ടോട്ടൽ ലങ് കപ്പാസിറ്റി അപ്ലൈസ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് എയർ ഫീൽഡ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. എന്താണ്, ശക്തമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് വായു എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എത്ര എയർ ഉണ്ടോ അതിന്റെ അളവിനാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. 6000 ml ആണ് അത് ഏകദേശം കേട്ടോ. ഒരു മാനിൽ, ഹെൽത്തി മാനിൽ ഏകദേശം 6000 ml. അപ്പൊ എന്തൊക്കെ വരും, ടോട്ടൽ ലങ് കപ്പാസിറ്റി വെച്ചാൽ ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, പിന്നെന്താണ് റെസിഡ്യുവൽ വോളിയം. ഇത് നാലും കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച വോളിയംസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, അതുപോലെ തന്നെ എന്താണ് റെസിഡ്യുവൽ വോളിയം. ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്, വൈറ്റൽ കപ്പാസിറ്റി. The vital capacity is the total volume of air that can be expired after a maximum inhalation or maximum air that a person can breathe in after the forced expiration. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ എ മാക്സിമം ഇൻഹലേഷൻ. എന്താണ്, മാക്സിമം വായു ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഉള്ള എയർ, അല്ലെങ്കിൽ മാക്സിമം എയർ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ എന്താക്കുക, ശക്തമായിട്ട് ഉള്ളിലേക്ക് വായു എടുക്കാം. അതായത് ഫോഴ്സ്ഡ് എക്സ്പിരേഷന് ശേഷം ഉള്ളിലേക്ക് എടുക്കുന്ന വായു, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം പുറത്തേക്ക് വിടുന്ന വായു. ഇതിന്റെ അളവിലാണ് എന്ത് വിളിക്കുന്നത്, വൈറ്റൽ കപ്പാസിറ്റി. ദ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ എ മാക്സിമം ഇൻഹലേഷൻ. ശക്തമായി വായു നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന എയറിന്റെ അളവ്, അല്ലെങ്കിൽ ശക്തമായിട്ട് പുറത്തേക്ക് വിട്ട ശേഷം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി വെച്ചാൽ എന്താണ്, ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ഇതെല്ലാം കൂടെ, ഇത് മൂന്നും കൂടെ കൂട്ടിയതാണ് ഇത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിഡ്യുവൽ വോളിയം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രീത്തിങ്ങിന് ശേഷം, നോർമൽ ബ്രീത്തിങ്ങിന് ശേഷം നമ്മുടെ ലങ്സിൽ പിന്നെ എന്താ പറയാ ശേഷിക്കുന്ന എയറിന്റെ അളവിനാണ് എന്ത് വിളിക്കുന്നത്, റെസിഡ്യുവൽ വോളിയം അല്ലെങ്കിൽ റിസർവ് വോളിയം എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണ്, നമ്മൾ ശക്തമായിട്ട് ഉള്ളിലേക്ക് വായു എടുത്തു കഴിഞ്ഞാൽ എത്ര വായു ഉള്ളിലുണ്ട്, ലങ്സിനുള്ളിലുണ്ട്, അതിനാണെന്ത് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി ആണെങ്കിലോ നമ്മൾ ശക്തമായിട്ട് എയറിലേക്ക് എടുക്കുക, അതിനുശേഷം എന്താക്കുക, പുറത്തേക്ക് വിടുക, അതിന് ആ അളവ്, അല്ലെങ്കിൽ എന്ത് പറയാ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്താക്കുക, പുറത്തേക്ക് വായു വിടുക, അതിനുശേഷം എന്താക്കുക, ശക്തമായിട്ട് ഉള്ളിലേക്ക് വായു എടുക്കുക. അപ്പൊ അതിനാണ് എന്ത് വിളിക്കുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, vital capacity is the total volume of air that can be expired after a maximum inhalation. അല്ലെ, ശക്തമായ വായു ഉള്ളിലേക്ക് എടുത്ത ശേഷം പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവ്, അല്ലെങ്കിൽ മാക്സിമം എയർ ദാറ്റ് എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ശക്തമായ വായു പുറത്തേക്ക് വിട്ട ശേഷം ഉള്ളിലേക്ക് എടുക്കുന്ന എയറിന്റെ അളവ്, ഇതാണ് ഇതെന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയത്. ലങ് ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ദി process of air being drawn into the lungs during inhalation causing them to expand. എന്താണ്, വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് വികസിക്കല്ലോ, അതിനാണ് എന്ത് വിളിക്കുന്നത്, ലങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ ഇതിങ്ങനെ ഇട്ടത്. വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ലങ്സ് ശ്വാസകോശം വികസിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ലങ് ഇൻഫ്ലേഷൻ. ഇനി ലങ് ഡിഫ്ലേഷൻ refers to the process of reducing lung volume either through natural exhalation or by medical
ഇന്റർവെൻഷൻസ്. അതായത് ലങ് ഡിഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് വായു എയർ പുറത്തേക്ക് വിടുമ്പോൾ ലങ്സിന്റെ വോളിയം കുറയല്ലോ, അതിനാണ് എന്ത് വിളിക്കുന്നത്? ലങ് ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലങ് ഇൻഫ്ലേഷനും ലങ് ഡിഫ്ലേഷനും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. What aid in absorption of food, to purify blood, to help digest food, to provide a surface for exchange of gases takes place. അപ്പൊ നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് അറിയാം എന്താണ്? To provide a surface for exchange of gases takes place. വാതക വിനിമയത്തിന് സഹായിക്കുന്ന സർഫസ് ആണ് എന്തെന്ന് പറയുന്നത്? ആൽവിയോളി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following gases is essential for all aerobic forms of life? Aerobic respiration ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ? aerobic respiration, anaerobic respiration ഒക്കെ പഠിച്ചു. അപ്പൊ എന്താണ് aerobic respiration എന്ന് വെച്ചാൽ ഓക്സിജൻ ആവശ്യമായിട്ടുള്ള ശ്വസനമാണ് aerobic respiration അല്ലെങ്കിൽ aerobic process എന്ന് പറയുന്നത്. ഓക്സിജൻ വേണ്ടാത്ത ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്നതാണ് ഇത് aerobic process എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? Which of the following gases is essential for all aerobic forms of life? ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ? എയറോബിക് പ്രോസസ്സിന് എന്താ വേണ്ടത്? ഓക്സിജൻ ആണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.